ലോകം മുഴുവൻ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവ് ആഘോഷിക്കുമ്പോൾ നമുക്കൊപ്പമുള്ളത് ബഹിരാകാശ മേഖലയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ച ഡോക്ടർ എസ് ഗീത, VSSCയിലെ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മുൻ പ്രോഗ്രാം ഡയറക്ടറാണ്. അപ്പോൾ നമുക്കൊക്കെയും ഇത് വലിയ സന്തോഷമുള്ളതാണ്. ഒരു ബഹിരാകാശ മേഖലയോട് വളരെ അടുത്ത് പ്രവർത്തിക്കുകയും സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മിഷൻ ഇങ്ങനെ നടക്കുന്നു, 9 മാസത്തോളം അവരവിടെ കുടുങ്ങി, ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ ഒരു ആശങ്ക ഒരു ഈ മേഖലയിലെ വിദഗ്ധ എന്ന നിലയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറയുവാണെങ്കിൽ ആശങ്ക ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഈ റോക്കറ്റ് വിക്ഷേപണവും ഉപഗ്രഹ വിക്ഷേപണവും അല്ലെങ്കിൽ ഇതുപോലെ ചാന്ദ്രദൗത്യം എല്ലാത്തിനകത്തും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. അപ്പം അതിനകത്ത് ആശങ്ക എന്ന് പറയുന്നതിൽ അത്ര അർത്ഥമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അവർ തിരിച്ചു വരാൻ പറ്റും, തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്കതിനകത്തൊരു ഒരു സംശയം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഈ തിരിച്ചു വരവിന്റെ സമയത്ത് ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ആരോഗ്യത്തെ പറ്റി ഒക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും അവരെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. കാരണം ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരം ഒരു ആവാസ വ്യവസ്ഥയിൽ 9 മാസത്തോളം ജീവിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് സത്യത്തിൽ ഏറ്റവും ആദ്യം ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ നേരിടാൻ പോകുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ വീക്ക്നെസ്സാണ്. കാരണം അവിടെ സീറോ ഗ്രാവിറ്റി അല്ലേ, അല്ലെങ്കിൽ നിയർ സീറോ ഗ്രാവിറ്റി, അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനകത്ത് ഇത്രയും ദിവസം 8 മാസം കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് വ്യായാമമൊക്കെ ചെയ്യാനുള്ള എല്ലാ യന്ത്രങ്ങളും എല്ലാം ഉണ്ട്. 2-2.5 മണിക്കൂർ വരെ വ്യായാമം ചെയ്യണം എല്ലാ ഗഗനചാരികളും ദിവസവും. ഇതൊക്കെ തന്നെയാണെങ്കിലും അവരുടെ മസിൽ വീക്ക്നെസ് കാണും. അസോസിയേറ്റഡ് ആയിട്ട് ഹാർട്ടിനുള്ള ചെറിയ പ്രശ്നങ്ങൾ, പമ്പിങ്ങിലും. കാരണം ഇല്ലേ, നമ്മുടെ ഇതൊക്കെ നമ്മളിവിടെ സുഖമായിട്ട് നടക്കുന്നത് നമുക്കിതെല്ലാം ഭൂമിയിൽ നടക്കുന്നതുകൊണ്ടാണ്. അതുപോലെ നടക്കില്ല, ഉറപ്പാണ്. അപ്പം അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിലും ഇവരെന്നാണ് സുനിത വില്യംസ് വന്ന് മാത്രമല്ല ഏത് ഗഗനചാരി ആയാലും താഴെ എത്തിക്കഴിഞ്ഞിട്ട് അവരെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു റിലേറ്റീവ്സിനൊക്കെ ഒരു വിൻഡോയി വഴി കൂടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ അവർ കൊണ്ടുപോകുന്നത് ഈ ട്രെയിനിങ് പോലെ, പോകുന്നതിന് മുമ്പ് അവർക്ക് ഇഷ്ടംപോലെ ട്രെയിനിങ് ഉണ്ട് അതുമായിട്ട് അക്കംപ്ലിഷ്ഡ് ആവാൻ വേണ്ടി. അതുപോലെ തിരിച്ചു വരുമ്പോഴും നമ്മളുമായിട്ട് തിരിച്ചു വരണ്ടേ, ഭൂമിയിലുള്ളവരുമായിട്ട് വരണ്ടേ, അതിനുകൊണ്ടുള്ള ട്രെയിനിങ് അതെല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്. അതിനകത്തൊന്നും വലിയ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രോട്ടോകോൾ പോലെ ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നടക്കുമോ നടക്കൂലയോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ബേബി ഫീറ്റ് ആണെന്ന്. കാരണം നടക്കാൻ പറ്റില്ല, കാലിന്റെ താഴെ 9 മാസമായിട്ട് നിലത്ത് പാദം ഊന്നിയിട്ടുണ്ടാവൂല, പറ്റില്ല. അവിടെ അതറിഞ്ഞിട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു 45 ദിവസത്തോളം ഉള്ള ട്രെയിനിങ്ങാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ലായിരിക്കും. ഇവരിത്രയും 8 മാസവും ഇതായതുകൊണ്ടാണ് കുറച്ചും കൂടെ നമുക്ക്. പിന്നെ നമ്മൾ ഈ വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആളുകളുടെ എല്ലാം ആശങ്ക, അതെല്ലാം കൊണ്ടാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ഇവിടെ പലതും പറയുന്നു. ഇപ്പം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെ പറ്റി പറയുകയാണെങ്കിൽ ബൈഡൻ ഭരണകൂടം അവരെ ഉപേക്ഷിച്ചു, അങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾ കൊണ്ടാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അതിനെ പൊളിറ്റിക്കലി ഉപയോഗിക്കാനാണെന്ന് പറയുന്നു. ഇങ്ങനെ പല 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 ഗൂഢാലോചന കഥകളൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ടുള്ളവരൊക്കെ ഇതിന് പോകാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേക ട്രെയിനിങ്ങും പൈലറ്റുമാണ്. അതുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥയല്ല, ഞാനാണ് സുനിത വില്യംസ് ആയിരുന്നെങ്കിൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ ഇടയ്ക്ക് പറഞ്ഞു എന്ന് ന്യൂസ് വായിച്ചല്ലോ, ഞങ്ങൾക്ക് ഉറപ്പാണ് തിരിച്ചു കൊണ്ടുവരും, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒട്ടും ബോധേടല്ല എന്നുള്ള സെൻറ്റൻസുകൾ അവരവിടെ നിന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ ബോൾഡ്നെസ് ആയിരിക്കും അവരെ സുഖമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചത്. ഒരു പക്ഷെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാണ് സുനിത വില്യംസ്. സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇന്ത്യയുടെ പുത്രി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതുണ്ടാക്കുന്ന ഒരു പക്ഷേ ഇത് നേരിട്ട് കാണുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലേ. ഞങ്ങളൊക്കെ ആദ്യം കേൾക്കുന്ന ബഹിരാകാശ സഞ്ചാരിയെ പറ്റി കേൾക്കുന്നത് വായിച്ചാണ്. ഞങ്ങൾ ഒരിക്കലും അവരുടെ പടം പോലും, നമുക്ക് ആ സ്പേസ് സ്യൂട്ടിന്റെ പടം മാത്രമേ ഉള്ളൂ, അവരുടെ മുഖം പോലും നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ കുട്ടികൾ അവരെ കാണുകയാണ്, അവരവിടെ നിന്ന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേൾക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സയൻസ് ടെമ്പറിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താവും എന്നാണ് തോന്നിയിട്ടുള്ളത്? അതെ, എപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കാണുകയും കേൾക്കുകയും വേണം.
അപ്പോൾ ഈ ജനത മൊത്തം ഇത് കാണുകയാണ്. അപ്പോൾ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും. എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടം കൊണ്ടുവരുന്നത്. ബാക്കി എല്ലാ ശാസ്ത്രരംഗത്തും ഉള്ള ഉയർച്ചയാണ് ഈ കാണിക്കുന്നത്. എന്താ ഇവർ പോകുന്ന സമയത്ത് പോലും നമുക്ക് ഈ 2024 പോക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, 2000-കളിലൊക്കെ ഇത്രയൊന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യ മികച്ചതല്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും ന്യൂസ് ചാനലുകളായാലും എല്ലാം. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ ഒരു എന്താ പറഞ്ഞ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ, ഒരു വനിത എന്നുള്ള രീതിയിൽ ഞാനേ വളരെ എക്സൈറ്റഡാണ്. അപ്പോൾ പിന്നെ സാധാരണ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇതൊരു പ്രചോദനമാവട്ടെ, കുറേ പേർക്ക് ഇങ്ങനെ പോകാൻ തോന്നാനും അല്ലെങ്കിൽ ആ ഫീൽഡിൽ പഠിക്കാനും. എല്ലാവർക്കും പോകാനുള്ള അവസരങ്ങൾ വരണം എന്നില്ല, പക്ഷെ ആ ഫീൽഡിൽ ടെക്നോളജി 89-ലാണ് ഈ മേഖലയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ VSSC ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 89 അല്ലെങ്കിൽ ആ കാലം തൊട്ടേ ഇതുപോലത്തെ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. പിന്നീട് ഈ ഒരു പ്രോജക്ട് ഡയറക്ടർ എന്ന നിലയിൽ PSLV GSLV വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ടീമിന്റെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ ഒരു വരവില്ലേ ഇത്രയും വർഷം, 89 തൊട്ട് ഇപ്പൊ നമ്മൾ 22 വരെ ജോലി ചെയ്തു. 25-ലെത്തുമ്പോൾ നമ്മൾ ഇതെല്ലാം നേരിട്ട് തത്സമയം അവിടുന്ന് വണ്ടി പോരുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും യാത്ര പോകുന്നത് കാണുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ കാണുന്നത് നമ്മൾ വീഡിയോ കോളിൽ കാണുന്നത് പോലെയാണ് അവിടുത്തെ കാഴ്ചകൾ കാണുന്നത്. ആ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്നിട്ട് ആലോചിക്കുമ്പോൾ അത് എത്ര ചലഞ്ചിങ് ആയിരുന്നു, എത്ര ത്രില്ലിംഗ് ആണ് ഈ യാത്ര തന്നെ. യാത്ര എന്ന് പറയുമ്പോൾ 1989-ലാണ് ജോയിൻ ചെയ്യണം. അന്ന് ഇതുപോലെ കമ്പ്യൂട്ടറുകളൊക്കെ വന്നിട്ടേ ഉള്ളൂ. പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ ഞങ്ങൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 20 പേർക്ക് ഒരു കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ഉള്ളൂ. അതിൽ നിന്ന് ഇപ്പോൾ 2022-ലോട്ടുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡ്രാസ്റ്റിക്കാണ്. അത് നമ്മുടെ ബഹിരാകാശ മേഖല മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു വലിയ വികസനം തന്നെയാണ് കണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ വളർന്ന അതാണ് ഞാൻ പറയാൻ വന്നത്. ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ലക്കിയാണ് എല്ലാത്തിൻ്റെയും. ഇപ്പം ഞാൻ എപ്പോഴും പറയും ഫോൺ ഒരു ഭയങ്കര ഒരു കണ്ടുപിടുത്തം തന്നെ. ക്യാമറ എല്ലാം അതിനകത്തില്ലേ. അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഓഫ് ടെക്നോളജി ഫ്രം ഓരോ ഘട്ടവും കണ്ട് അറിഞ്ഞ് തൊട്ട് അല്ലേ. എനിക്കെപ്പോഴും ഈ സ്ത്രീ എന്ന നിലയ്ക്ക് നേരത്തെ പറഞ്ഞപ്പോഴാണ് VSSC-ലും ISRO-യിലും ഒക്കെ എപ്പോഴും ISRO-യുടെ ലോഞ്ച് മിഷന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ വളരെ എക്സൈറ്റഡ് ആയി തോന്നുന്നു അവിടുത്തെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ടോ എന്ന്. എവിടെയും കാണുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളെ ആ വിഷ്വലിൽ കാണാറുണ്ട്. അത് ആ വിഷ്വലിൽ മാത്രമേ ഉള്ളൂ, അത് പൊതുവെ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഞാൻ ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കണക്കുകൾ അറിയാം. ഒരു 20% ഉള്ളൂ ഇപ്പോഴും. അപ്പൊ നമ്മൾ വിഷ്വലിൽ കാണുന്നവരേ ഉള്ളൂ. വിഷ്വലിൽ കാണുന്നതിന് കാരണം എന്ന് വെച്ചാൽ വിഷ്വൽ നമ്മൾ എപ്പോഴും കാണുന്ന മിഷൻ കൺട്രോൾ സെന്ററൊക്കെയാണ്. മിഷൻ കൺട്രോൾ സെന്ററിൽ മിഷൻ ഡിസൈൻ അതിനകത്തൊക്കെ ചെയ്യുന്ന ഋതു അവരൊക്കെ ആയിരിക്കും. അവരൊക്കെ ഈ ഉപഗ്രഹത്തിന്റെ ആയാലും ശരി, എൻ്റെ കൂടെ ആണെങ്കിലും ഒരു 6-7 സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ട്, അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ സ്ത്രീകൾ നല്ല പോലെ വർക്ക് ചെയ്യുന്ന, പഠിച്ച് നല്ല ചെയ്യുന്ന ഒരു ടീം ഉണ്ട്. ഇത് VSSC-ലെന്നല്ല ISRO-യിലും ഉണ്ട്. പക്ഷെ ഇനിയും സ്ത്രീകൾ മുമ്പിലോട്ട് വരണം എന്നാണ്. അതിലേക്ക് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വിഷ്വൽസ് നമ്മൾ സുനിത വില്യംസിനെ കാണുന്നു. ഇന്നലെ നമ്മൾ അവിടെ പോയിട്ടുള്ള കഴിഞ്ഞ ദിവസം ക്രൂ 10-ൽ അവിടെ എത്തിയ ടീമിൽ കാണുന്നു 2 സ്ത്രീകളെ കാണുന്നു. 4 പേര് പോകുമ്പോൾ അതിൽ 2 സ്ത്രീകളായി. അതെ, 50% സ്ത്രീകളായി. അത് ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ ഇതൊക്കെ ഇത്രയും കാലം കടന്നു പോകുന്നപ്പോൾ അത് ഒരു വലിയ നേട്ടമല്ല. അതെ, വലിയ നേട്ടം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞല്ലേ വിഷ്വൽസ് ഒക്കെ കുറച്ചൊക്കെ അതും കൂടെ വിചാരിച്ചിട്ടായിരിക്കും ആ വിഷ്വൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ശ്രീജ തന്നെ പറഞ്ഞല്ലോ, ആ വിഷ്വൽസ് കാണുമ്പോൾ ശ്രീജയ്ക്ക് തോന്നി, അതുപോലെ ഓരോരുത്തർക്കും തോന്നും, ഓരോ വനിതയ്ക്കും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിക്കും തോന്നും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്ന ആ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തു തന്നെയാണ് നമ്മൾ മീഡിയ ഒക്കെ കാണിക്കേണ്ടത്. അതിപ്പോ സുനിത വില്യംസിന്റെ ഈ വരവ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ എൻഡ്യൂറൻസ്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ സ്ത്രീ തബലയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ ലോകത്തിന് മുന്നിലേക്ക് സുനിത വില്യംസ് പോരെ. അതെ അതെ അതെ, സ്ത്രീ അബലയാണ് എന്നുള്ളതിനോട്ടൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നു. അല്ല, പൊതുവെ എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലോ. അല്ല, സ്ത്രീകൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചെയ്ത കുട്ടികളാണെങ്കിലും എല്ലാവരും വളരെ കൃത്യനിഷ്ഠയോടെയും കാര്യക്ഷമതയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യാനുള്ള കഴിവ് ജെൻസിനില്ല എന്നല്ല, കുറച്ച് ഒരു ഡോട്ട് കൂടുതൽ തന്നെയാണ് സ്ത്രീകൾക്ക്. ഇപ്പം സുനിത വില്യംസ് അവിടെ ഇത്രയും നാൾ കഴിഞ്ഞു. അവരാദ്യമായിട്ടല്ല, അവര് ഇതുപോലെയുള്ള ദൗത്യത്തിൽ മുമ്പും പങ്കാളിയായിട്ടുണ്ട്. ഒരുപാട് സമയം മുൻപും സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് സംശയം വന്നിരുന്നത്
ഇത് അപ്രതീക്ഷിതമായി പോയതുകൊണ്ട് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെയായിരുന്നു. നോർമലി ഒരു സ്പേസ് സ്റ്റേഷന്റെ അകത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാവും എന്നറിയാൻ എല്ലാവർക്കും കൗതുകം ഉണ്ടാവും തോന്നുന്നു. കാരണം നമ്മളാകെ കാണുന്ന അവരെ വളരെ കുറച്ച് സമയം കാണുന്നുള്ളൂ. ഇതല്ലാത്ത സമയത്ത് എന്തൊക്കെയാ ഒരു സ്പേസ് സ്റ്റേഷനിലെ ആക്ടിവിറ്റീസ്? സ്പേസ് സ്റ്റേഷനിലാണെങ്കിലും മനുഷ്യൻ തന്നെയല്ലേ അവിടെ താമസിക്കുക. അപ്പോൾ നമ്മുടെ പോലെ ഒരു ദിനചര്യ പോലെ അവർക്കും ഉണ്ട്. 6 മണിക്ക് എണീറ്റ് 9:30 വരെയാണ് അവരുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന പോലെ അവർക്കും പല്ല് തേക്കണം, കുളിക്കണം, പിന്നെ ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാനുള്ള പിന്നെ വ്യായാമം ചെയ്യണം, അത് മസ്റ്റാ. 2-2.5 മണിക്കൂർ അവർ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ വാക്കർ പോലെയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ചെയ്യണം, 2 മുതൽ 2.5 മണിക്കൂർ വരെ ചെയ്യണം. പിന്നെ പല്ല് തേക്കാനാണെങ്കിൽ നമുക്കറിയാലോ, ഗ്രാവിറ്റി കൊണ്ടാണ് നമുക്ക് പല്ല് തേച്ച് തുപ്പാനൊക്കെ പറ്റുന്നത്. അത് പറ്റില്ല. പേസ്റ്റും ബ്രഷും തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒരു ബാഗ് കാണും, വെള്ളം ചീറ്റി വളരെ കുറച്ച്, അതാണ് കൺസ്യൂം ചെയ്യണമൊക്കെ വളരെ കുറച്ചായിരിക്കണം വെള്ളമൊക്കെ. അവർ വാകുലിപ്പിച്ച് തൂക്കുകയല്ല ചെയ്യണേ, കുടിച്ചിറക്കുകയാണ് ചെയ്യണത്. പിന്നെ നിങ്ങളും എല്ലാം വായിച്ചിരിക്കുമല്ലോ, എല്ലാം പ്രോസസ് ചെയ്ത്. കുളിക്കുന്നതൊക്കെ സ്ക്രബ്ബറിൽ വെള്ളവും സോപ്പും തേച്ച്, പിന്നെ തലമുടി ഇങ്ങനെ ചെയ്ത്, പിന്നെ ഡ്രയറുണ്ട്, ആ ഡ്രയർ വച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് ഡ്രൈ ചെയ്യണം. ഉറങ്ങുന്നത് സ്ലീപ്പിംഗ് ബാഗ് എന്നാണ് പറയണത്. അത് ഏതെങ്കിലും ഒരു ഇതുമായിട്ട് ഘടിപ്പിച്ചിരിക്കും, തൂണുമായിട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ പറന്ന് നടക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഇടിക്കും. അതുകൊണ്ട് അത് എപ്പോഴും അങ്ങനെ ഘടിപ്പിച്ചിരിക്കും. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു സമയത്ത് അത് വേണോ? ഇത്രയും ഒരു പക്ഷെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംവിധാനം അതായിരിക്കും ISS അല്ലെ? അപ്പൊ ISS വേണോ? ഇത്രയും ചെലവിൽ ഇത് നിലനിർത്തേണ്ട കാര്യമുണ്ട്. അങ്ങനെ പല ചർച്ചകളും വന്നിട്ടുണ്ട്. പക്ഷെ ഈ ബഹിരാകാശ ശാസ്ത്രത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ISS? വേണോ വേണ്ടയോ എന്നുള്ള, ഇപ്പോൾ ചന്ദ്രയാൻ വേണോ, ചന്ദ്രനിൽ പോകണോ, അതുപോലെ എടുക്കാനേ ഉള്ളൂ ISS എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് അവിടെയുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പം നമ്മൾ പേപ്പറിൽ വായിച്ചു കാണും, 3000-ലധികം എക്സ്പെരിമെൻറ്റ്സ് ഇത്രയും ദിവസം കൊണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ലാണ് ഓപ്പറേഷനിലായത്, ആളുകൾ പോകാൻ തുടങ്ങി. അപ്പോൾ തൊട്ടല്ലേ എക്സ്പെരിമെൻറ്റ്സ് ഉള്ളൂ. ഏകദേശം 24 വർഷവും കുറച്ച് ചില്ലറയും കൂടെ ഉണ്ട്, 4-5 മാസവും കൂടെ. അപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിലും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ എക്സ്പെരിമെൻറ്റ്സ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് പോകണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ചന്ദ്രനിൽ നിന്ന് നമുക്ക് മാർസിലോട്ട് പോകണമെങ്കിൽ, ഇതെല്ലാം മൈക്രോഗ്രാവിറ്റിയിൽ എന്തൊക്കെയാണ് വേണ്ടത്, മെഡിസിൻസ് എങ്ങനെ വർക്ക് ചെയ്യും, ഫുഡ് എങ്ങനെ വർക്ക് ചെയ്യും, മനുഷ്യനെങ്ങനെ നിൽക്കാം എന്നുള്ളതൊക്കെ ലോങ് റണ്ണിലുള്ള എക്സ്പെരിമെൻറ്റ്സ് വഴിയേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു എന്നുള്ളത് ഒരു മസ്റ്റ് തന്നെയാണ്. ഇപ്പൊ അവിടെ ചെടി നട്ടുമുളപ്പിച്ചു, അങ്ങനെ പല പരീക്ഷണങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് പരീക്ഷണങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് സുനിത വില്യംസ് മടങ്ങി വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തിയ വനിതയായി, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിക്കുന്ന 89 അല്ലെങ്കിൽ ആ കാലത്ത് 90s ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ? അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ കോളേജിൽ നിന്ന് ജോയിൻ ചെയ്യുമ്പോൾ റോക്കറ്റ് തന്നെ ഒരു വിസ്മയമായിരുന്നു. ഞാൻ ചെന്ന ഉടനെ ഉള്ള ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ഫെയിലുവറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ഒരു സക്സസ് ആയിട്ടുള്ളൊരു റോക്കറ്റ് കാണാൻ പറ്റുമോ എന്ന് തന്നെയാണ്. പിന്നെ ഇസ്രോയുടെ തന്നെ പോയം എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഓർബിറ്റൽ പ്ലാറ്റ്ഫോം. അത് ഇൻഡയറക്ട്ലി പറഞ്ഞ ചെറിയൊരു സ്പേസ് സ്റ്റേഷൻ പോലെയാണ്, ഓൾട്ടിറ്റ്യൂഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മൾ ഇതുപോലെ പല മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫ്ലൈറ്റിലും ഉണ്ടായിരുന്നു പോയം. അതും നമ്മുടെ ഒരു മുന്നോടിയാണ് ഇതുപോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ മൈക്രോഗ്രാവിറ്റിയിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയൊക്കെ നമുക്ക് സ്പേസിന്റെ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് അറിയാൻ ISROയിൽ ഈ പരീക്ഷ ഞാൻ ചോദിച്ചത് നേരത്തെ, അന്ന് ഈ ഒരു 89-ലൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചത്. അത് നമ്മൾ ഓരോ ലെവലിലോട്ട് ഹയർ ആൻഡ് ഹയർ ലെവലിൽ പോകുമ്പോൾ നമ്മളും ഇതിൻ്റെ പ്ലാനിങ്ങിൻ്റെ വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രയാനിൻ്റെ സ്റ്റഡീസൊക്കെ ഈ പറയുന്ന ഇപ്പോൾ 2023-ലല്ലേ നമ്മൾ ചന്ദ്രയാൻ, എത്രയോ മുമ്പ് അതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ സ്പേസ് സ്റ്റേഷൻ്റെയും ടൂറിസത്തിൻ്റെയും എല്ലാ പ്ലാനിങ്ങും ഒരു 10 വർഷം മുമ്പേ ISROയിൽ നടക്കുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ടൂറിസ്റ്റ് ആയി പോവുക, സ്പേസിലേക്ക് പോവുക, വരിക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇതൊക്കെ കഴിയുന്നതോടുകൂടി വളരെ നോർമലായി നടക്കാം. ഇന്ത്യക്കും ISROയ്ക്കും ആ ലെവലിൽ എത്താൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
ഇപ്പോൾ ചന്ദ്രയാൻ 3 എത്തി, ഇപ്പോൾ ഡോക്കിംഗ് ആയാലും സ്പേസ് എക്സ് മിഷൻ ആയാലും അതൊക്കെ ഇതിൻ്റെ ഒരു മുന്നോടിയാണ്. ഗഗൻയാൻ, സ്പേസ് എക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ഇതുപോലെയുള്ള അപ്പോഴൊക്കെ ഈ ചോദ്യം എപ്പോഴും വരാറുണ്ട്, ഇത്രയേറെ പൈസ ഇതിനൊക്കെ വേണ്ടി ചെലവാക്കേണ്ടതുണ്ടോ, എന്താണ് ഇതിന് മാത്രം എന്തിനാണ് പൈസ ചെലവാക്കേണ്ടത്, ഒരു രാജ്യത്തിന്റെ ബജറ്റിൽ ഇത്രയും പൈസ എന്തിനു ചെലവാക്കണം, എന്താ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചന്ദ്രയാൻ 3-ന്റെ സക്സസ് കഴിഞ്ഞിട്ട് ഈ ചോദ്യം തന്നെ വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചോദ്യത്തിന്റെ ലെവലും ആൾക്കാരുടെ ഇതും ഒക്കെ ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ പോയാലും റെയിൽവേ സ്റ്റേഷൻ പോയാലും എല്ലാവരും ചന്ദ്രയാനിലുണ്ടായിരുന്നാണോ, ഇസ്രോ ആണെന്ന് പറഞ്ഞാൽ ഉടൻ ചോദിക്കും ചന്ദ്രയാനിലുണ്ടായിരുന്നാണോ. അപ്പോൾ ചന്ദ്രയാൻ 3 ഒരു വലിയ കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് എനിക്ക് തോന്നില്ല ഈ ഒരു ദൗത്യത്തിന്റെ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ അതിൽ ഏറ്റവും ഒരു റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു ഘട്ടം ഏതായിരുന്നു? ഒരു ഘട്ടം എന്ന് പറയാനില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് ഇങ്ങനെ ചുറ്റുമാണല്ലോ, 408 കിലോമീറ്റർ പൊക്കത്തിലുള്ള ഒരു 408 കിലോമീറ്റർ ഓർബിറ്റിലാണ് ഇത് നടക്കുന്നത്. ഭൂമിയെ ചുറ്റാൻ 90 മിനിറ്റാണ് എടുക്കണം ഒരു പ്രാവശ്യം. ഒരു ദിവസം 16 പ്രാവശ്യം ഭൂമിയെ ചുറ്റും ഇത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഫൈൻഡ് പാത്ത് എന്ന് പറയും, ഒരു സ്ഥലത്ത് വെച്ച് അവിടുന്ന് അത് വേർപെടും. അതൊക്കെ എല്ലാം പ്രീ പ്രോഗ്രാംഡ് ആണ്. എന്നിട്ട് നമുക്കൊരു കോറിഡോർ വരും. ഇപ്പം എല്ലാവരും വിചാരിക്കും അവിടെ നിന്ന് ഇത്ര താമസിച്ച് എന്തിനാണ് വരുന്നത്, കാരണം നമുക്ക് തിരിച്ചു വരുമ്പോൾ വളരെ വളരെ നിർണായകമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് ഏരിയ ആണ് ഏറ്റവും, നേരത്തെ ചോദിച്ചല്ലോ എല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എൻട്രിയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഇത് വരും, ഫ്രിക്ഷൻ വന്ന് 1600 ഡിഗ്രി വരെ ചൂട് വരും, ടെമ്പറേച്ചർ വരും. അതൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ മൊഡ്യൂളിന് ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ ആ ടൈൽസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് ഇതിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. തിരിച്ച് അറ്റ്മോസ്ഫിയറിക് എൻട്രിയാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രീ ഡിഫൈൻഡ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോറിഡോർ ഉണ്ട്, അതിനകത്തുള്ള പാത്ത് തന്നെ ആയിരിക്കും. എന്തൊക്കെ വേരിയേഷൻസ് വന്നാലും അതിനകത്തുള്ള പാത്തിൽ തന്നെയാണ്. അപ്പോൾ അത്രയും വെലോസിറ്റിയിൽ പോകുന്നൊരു സാധനം ത്രസ്റ്റർ വെച്ച് വെലോസിറ്റി കുറച്ച് തിരിച്ച് ടച്ച് ചെയ്യുമ്പോൾ ഏകദേശം 1 or 2 മീറ്റർ പെർ സെക്കൻഡേ ആവണുള്ളൂ. അവിടെ കിലോമീറ്റർ പെർ സെക്കൻഡിൽ കറങ്ങിയ സാധനമാണ്. അതും ഒരു ആസ്ട്രോനോട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. അവിടെ ഇത്രയും വെലോസിറ്റിയിൽ കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ എത്തുമ്പം. അതുകൊണ്ട് അവിടെയുള്ള ഇത്രയും ദിവസത്തെ താമസം മാത്രമല്ല, വരുന്ന വരവും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ആശങ്കയെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാൻ കാരണം നമുക്ക് ഒരു വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളതാണ്. അത് കൽപ്പന ചൗള എന്ന് പറയുന്ന ഇന്ത്യയുടെയും അഭിമാനമായിരുന്ന ഒരു മുഖമാണ്. അപ്പൊ അന്ന് കൊളംബിയ പേടകം ആവശ്യത്തിന് മുൻകരുതലുകൾ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അതിൽ റിസ്ക് എടുക്കുകയാണ് ചെയ്തത്, അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെയുള്ള പിന്നീട് ഒരുപാട് ചർച്ചകൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും എന്തെങ്കിലും പറ്റൂ എന്നൊരു ആശങ്ക ഉണ്ടാവാൻ. അന്ന് ആ കാലത്ത് സർവീസിലുണ്ടല്ലോ, അപ്പൊ ആ കാലത്ത് നിങ്ങളുടെ ഇടയിൽ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ആ വിഷയങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇതിപ്പോൾ ഇതിന് നമുക്ക് എല്ലാം റൂൾ ഔട്ട് ചെയ്ത് തന്നെ പോകണം എന്നുള്ളത്, 100% സക്സസ് വേണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ സബ്സിസ്റ്റൻ്റ് ലെവലിലോ സിസ്റ്റം ലെവലിലോ ചെയ്യാവുന്ന, ഒരു മനുഷ്യന് ചെയ്യാവുന്ന അത്രയും ചെയ്യും. ടെസ്റ്റ് ആസ് യു ഫ്ലൈ എന്നാണ് ഞാൻ പറയുന്നത്. ഫ്ലൈ ആസ് യു ടെസ്റ്റ്. അത് ടെസ്റ്റ് ചെയ്ത സാധനങ്ങളെ കൊണ്ടുപോകും. ടെസ്റ്റ് എന്ന് വെച്ചാൽ ഈ സാധനം ടെസ്റ്റ് ചെയ്തെന്നല്ല, അതിന് വേണമെന്നുള്ള എല്ലാ ടെസ്റ്റും. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞ എന്നുള്ള രീതിയിൽ ഫുൾ പ്രൂഫായിട്ട് തന്നെയാണ് വിടുന്നത്. പിന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ അതുകൊണ്ട് തന്നെയല്ലേ അവർ ആ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ തിരിച്ച് പേടകം സുഖമായിട്ട് താഴെ വന്നു. എന്നാലും അവർ ആ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേടകം മാത്രമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാ പരാജയം വരാവുന്ന എല്ലാ വഴികളെയും മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടിയുള്ള ടെസ്റ്റും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഈ പെൺകുട്ടികളുടെ കല്യാണപ്രായം 18 വയസ്സ് വേണോ 21 വയസ്സ് വേണോ എന്നൊക്കെ നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയും. അല്ലെങ്കിൽ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ച് വിടുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് 59 വയസ്സുള്ള സുനിത വില്യംസ് ഇങ്ങനെ ഒരു ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ച്, ലോകത്തെ ഒരുപാട് ഇപ്പോ ഇത് കണ്ടിരിക്കുന്ന എത്രയോ പെൺകുട്ടികളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ അഭിമാന നിമിഷത്തെ പറ്റി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അഭിമാന നിമിഷം എന്ന് പറയുന്നത് കോരിത്തരിക്കുന്ന നിമിഷം തന്നെയാണ്. അതുകൊണ്ട് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ അങ്ങനെ വേണം കാണാൻ. ഈ സുനിത വില്യംസിൻ്റെ അവിടെയുള്ള സ്റ്റേയും തിരിച്ച് വന്ന് ലാൻഡ് ചെയ്തതുമൊക്കെ ശാസ്ത്രത്തിൻ്റെ ഒരു വൻ വിജയമായിട്ട് നമുക്ക് ആഘോഷിക്കണം. ഇത് മാത്രമല്ല, ബഹിരാകാശ മേഖലയിൽ മാത്രമല്ല, ടോട്ടാലിറ്റിയിൽ ഒരു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു വൻ വിജയം തന്നെയാണ്.
സയൻസിന്റെ ഒരു എന്താ പറയാ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു സ്റ്റെപ്പ് അല്ലെ, ഒരു നാഴികക്കല്ല്. ഒരു നാഴികക്കല്ല്. എന്തായാലും ആ നാഴികക്കല്ല് കാണാനും അതിന്റെ സന്തോഷം പങ്കിടാനും അതിൽ എന്താ അഭിമാനം കൊള്ളാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ഈ തലമുറയുടെ ഭാഗ്യം എന്ന് കരുതാം. താങ്ക് യു സോ മച്ച് മാം. അപ്പൊ എന്തായാലും ഇപ്പോ വീണ്ടും ഒരു സ്വകാര്യ ബഹിരാകാശ മേഖലയില് അല്ലെ, ബഹിരാകാശ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആശംസകളും. വീണ്ടും വീണ്ടും ഒരുപാട് പേരെ പ്രചോദിപ്പിക്കാൻ താങ്കൾക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.